Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റഡി ടൈം ടേബിൾ ആണ് കേട്ടോ. ബോത്ത് +1 +2 എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയൊരു ടൈം ടേബിൾ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആവറേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻസിനെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റുഡൻസിനാണ് പൊതുവെ പഠിക്കണമെന്നുണ്ടാവും, പക്ഷേ ഏത് ടൈമിൽ പഠിക്കണം, എത്ര പോർഷൻസ് കവർ ചെയ്യണം, ഇങ്ങനെ ഒരുപാട് ഡൗട്ട് കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ള സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ. അപ്പോൾ അവർക്ക് A+ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി ടൈം ടേബിൾ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സോ നമുക്ക് ആദ്യം സ്റ്റഡി ടൈം ടേബിളിൻ്റെ ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ നോക്കാം. അതിനുശേഷം ഓരോ പോർഷൻസും എങ്ങനെയാണ് പഠിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടൈം എന്ന് പറയുന്നത് നമ്മൾ ലീവുള്ള ഡേയ്സിലെ ടൈം ടേബിളാണ് ഞാൻ ഫസ്റ്റ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോർമലി അറിയാം, എല്ലാ സ്കൂൾസിലെ അറ്റൻഡൻസ് ക്ലോസ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. +1 ആണെങ്കിൽ ഈ ഫെബ്രുവരി ഫസ്റ്റ് വീക്കോടുകൂടി അവരുടെയും ക്ലോസ് ആവും. സോ നമുക്ക് ഇനിയുള്ള ഡേയ്സസ് ഒക്കെ മിക്കവാറും സ്റ്റഡി ലീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റഡി ലീവിന് നമ്മൾ എങ്ങനെയാണ് ടൈം ടേബിൾ യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനുള്ളൊരു കംപ്ലയിൻ്റ് ആണ് അല്ലേ, 5 മണിക്ക് എണിച്ച് പഠിക്കുക അല്ലെങ്കിൽ 5:30 എണിച്ച് പഠിക്കുക. ഇതൊക്കെ അവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. കാരണം നേരത്തെ എണിച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ അധികം സ്റ്റുഡൻസിന് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യമാണ്. സോ നമ്മൾ 7 മണിയാകുമ്പോഴത്തേക്കും ഫ്രഷ് ആവാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ജസ്റ്റ് കുളിക്കുക, അല്ലെങ്കിൽ നമുക്ക് വർക്കൗട്ട് ഉണ്ടെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ എന്താണോ ഇഷ്ടമുള്ള അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് കൃത്യം 7 to 9 മണി വരെ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ 7 മണിക്കുള്ളിൽ എന്ത് ചെയ്യണം, എന്തായാലും ഫ്രഷ് ആയിരുന്നിട്ട് 7 മണി to 9 മണി വരെ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ 9 മണിക്ക് ശേഷം 9 to 11 വരെ എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ഫോൺ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ബുക്സ് വായിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം 9 to 11 ഉള്ളിൽ തന്നെ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്കൊരു ബ്രേക്ക് കിട്ടിയല്ലോ, അതിനുശേഷം 11 to 1 മണി വരെ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം, സ്റ്റഡിയിലേക്ക് ഫോക്കസ് ചെയ്യണം. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യമാണ്, നമ്മളിങ്ങനെ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു സംഭവം നമുക്കുണ്ട് കേട്ടോ. അതായത് നമ്മൾ പഠിച്ച് തന്നെ റിവൈസ് ചെയ്ത് ടൈം കളയുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. പഠിച്ച പോർഷൻസ് അങ്ങനെ വെക്കുക. അതിനുശേഷം നമ്മുടെ ഈ ടൈം കറക്റ്റായി കീപ്പ് ചെയ്ത് ന്യൂ ടോപ്പിക്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. സോ എന്ത് ചെയ്യുക, 11 to 1 മണി വരെ മസ്റ്റായിട്ട് വീണ്ടും പഠിക്കാനായിട്ട് ശ്രമിക്കുക. 1 to 4 മണി വരെ നിങ്ങൾക്ക് ബ്രേക്ക് ടൈം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തിൽ ചില കുട്ടികൾ ജസ്റ്റ് ഫ്രഷ് ആയിട്ടൊക്കെ ആയിരിക്കില്ല ഇരുന്ന് പഠിക്കുക. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് കുളിക്കാനുള്ള സമയമുണ്ട്, അല്ല സ്കിൻ കെയർ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം, ഹെയർ കെയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യാനുള്ള ടൈമാണ് നിങ്ങൾക്ക് 1 to 4 എന്ന് പറഞ്ഞാൽ. നിങ്ങളൊന്ന് മൈൻഡൊക്കെ റീഫ്രഷ് ആക്കിയിട്ട് വേണം 4 മണിക്ക് ശേഷം വീണ്ടും പഠിക്കാനായിട്ട് ഇരിക്കേണ്ടത് കേട്ടോ. സോ 1 to 4 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബ്രേക്ക് ടൈമാണ്. ഈ 4 to 5 എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നമുക്ക് എപ്പോഴും കണ്ടിന്യൂസ് ആയിരുന്നു പഠിക്കുക പറഞ്ഞത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ എന്ത് ചെയ്യുക, നമുക്ക് 4 to 5 മണി വരെ നിങ്ങൾ പുറത്തൊക്കെ പോയിരിക്കുക, ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്യുക, അല്ലെങ്കിൽ അമ്മയ്ക്കൊക്കെ വല്ല ഹെൽപ്പോ മറ്റും ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെയാണ് നിങ്ങളുടെ 4 to 5 എന്നൊരു ടൈം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ആണ് 5 to 7 എന്ന് പറയുന്ന ടൈം. ഇതിൽ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ട്യൂഷൻ പോകുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ട്യൂഷൻ ക്ലാസ്സസ് ഒക്കെ കാണാനായിട്ട് ശ്രമിക്കുക. യൂട്യൂബ് ക്ലാസ്സസ് ഉണ്ടെങ്കിൽ അത് കണ്ടൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, 5 to 7 ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ നിങ്ങൾ പഠിച്ചു തീർക്കണം. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ പഠിക്കണമെന്ന് വിചാരിക്കുന്നത് ആ ഒരു സംഭവം മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ആണ് 7 to 8 എന്ന് പറയുന്നത്. ഇത് ഡിന്നർ ടൈമാണ് കേട്ടോ. നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം, TV കാണാം. അപ്പോൾ ഇതിനുള്ള ടൈമാണ് നമ്മൾ 7 to 8 പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ 8 to 10 ആണ്. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് വീണ്ടും പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇത് പഠിച്ച് നമ്മൾ 8 to 9 വരെ പഠിച്ചതിന് ശേഷം 9 to 10 എന്ത് ചെയ്യുക, നമ്മൾ ഇന്ന് എന്തൊക്കെയാണോ പഠിച്ചത് ആ സംഭവം നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്യുക. നിങ്ങൾ പഠിച്ചത് കറക്റ്റ് ആണോ, ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ടൈമിൽ നന്നായിട്ട് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. സോ 8 to 10 എന്ന് പറയുന്നതും നിങ്ങൾക്ക് അഗെയിൻ സ്റ്റഡി ടൈം തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ആണ് 10 to 11 എന്ന് പറയുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോൺ നോക്കാം, നിങ്ങളുടെ ഇഷ്ടമുള്ള വല്ല ബുക്സ് ഉണ്ടെങ്കിൽ റീഡ് ചെയ്യാം, TV കാണാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഞാൻ ഒരു അഡ്വൈസ് തരുന്നുണ്ട്, ഒരുപാട് ടൈം ഫോൺ നോക്കി നിങ്ങൾ ലാഗായി വെച്ചാൽ പിറ്റേ ദിവസം മോർണിംഗ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾ അങ്ങനെ ഒരുപാട് ടൈം ഇൻവോൾവ് ആവരുത്. കാരണം ഇനി എക്സാംസിന് കുറച്ച് ഡേയ്സല്ലേ ഉള്ളൂ. സോ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു ടൈം, ഈ ഒരു 1 hour നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ, മെസ്സേജ് അയക്കുകയാണെങ്കിൽ മെസ്സേജ് അയക്കാം, ഫോൺ നോക്കാം, റീൽസ് കാണാം, അതിന് വേണ്ടിയിട്ടുള്ള ടൈമാണ് നമ്മുടെ 10 to 11 എന്ന് പറയുന്നത്. അതിനുശേഷം നന്നായിട്ട് ഉറങ്ങണം കേട്ടോ. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ആലോചിച്ച് ടെൻഷനാക്കി ഇരുന്നാണെങ്കിൽ നിങ്ങൾ ഈ പഠിച്ച സംഭവം കൂടി മറന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ആ സമയത്ത് നിങ്ങൾ റിലാക്സ് ആയിട്ട് നന്നായിട്ട് കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾ സ്റ്റഡി ലീവ് ഉള്ള ടൈമിൽ ഫോളോ ചെയ്യേണ്ട ടൈം ടേബിൾ. ഇനി അനദർ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്, വർക്കിംഗ് ഡേയ്സ് ആണ്. സോ സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ട്. എല്ലാ സ്റ്റുഡൻസും മിക്കവാറും ഒരു 8 മണിക്ക് വീട്ടിൽ നിന്ന് പോകും, തിരിച്ചെത്തുന്നത് 5 മണിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ദിവസങ്ങളിൽ എങ്ങനെയാണ് സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കുക എന്ന ഡൗട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇനിയുള്ള നമ്മുടെ സ്റ്റഡി ടൈം ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം.
അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 6 മണിക്ക് മുമ്പേ ഫ്രഷ് ആവുക, അല്ലെങ്കിൽ 7 മണിക്ക് ശേഷം ഫ്രഷ് ആവണം. സോ 6 to 7 എന്ന് പറയുന്ന ടൈം നിങ്ങൾ മസ്റ്റായിട്ട് സ്റ്റഡിക്ക് വേണ്ടി തന്നെ യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. ഈ ഒരു ടൈമിൽ അതർ ആക്ടിവിറ്റീസിലേക്കൊന്നും നിങ്ങളുടെ മൈൻഡ് ഡൈവേർട്ട് ആവാനായിട്ട് പാടില്ല. സോ നിങ്ങൾ രാവിലെ എണീച്ചതും 6 to 7 വരെ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഫ്രഷ് ആവാം, ഫുഡ് കഴിക്കാം, സ്കൂളിൽ പോകും, അങ്ങനെ ഒരുപാട് ടൈമുണ്ട്. എങ്ങനെയാണെങ്കിലും 6 to 7 എന്ന് പറയുന്ന ടൈം നിങ്ങൾ പഠിക്കാനായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അതിനുശേഷം തിരിച്ച് വീടെത്തി ഇപ്പോൾ 5 മണിക്ക് എത്തിയ ഉടനെ തന്നെ നിങ്ങൾക്ക് പഠിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സമയത്ത് എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, ഫോൺ നോക്കി എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ എഗെയിൻ എന്ത് ചെയ്യണം, 6 to 7:30 എന്നൊരു ടൈം, അതായത് ഈവനിങ് 6 to 7:30 നിങ്ങൾ മസ്റ്റായിട്ട് ഇരുന്ന് പഠിച്ചിരിക്കണം കേട്ടോ. അല്ലാതെ ആ ഒരു ടൈമിൽ കുറച്ച് സമയം ഒരു 5 minutes പോയാലും കുഴപ്പമില്ല, ഇങ്ങനെയൊന്നും തിങ്ക് ചെയ്യരുത്. 6 to 7:30 എന്ന് പറയുന്നത് എന്തായിരിക്കണം, മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ. പിന്നെ വരുന്ന ടൈം എന്ന് പറയുന്നത് ഈവനിങ് 7:30 to 8:30 ആണ് കേട്ടോ. ഈ ഒരു സമയം നിങ്ങൾക്ക് ഡിന്നർ കഴിക്കാം, അല്ലെങ്കിൽ TV കാണാം, അതുപോലെ ഫോൺ നോക്കാം. അപ്പോൾ ഇതിനൊക്കെയുള്ള ടൈമാണ് നമ്മുടെ 7:30 to 8:30 എന്ന് പറയുന്നത്. സോ ഈ ഒരു ടൈം മാത്രം നിങ്ങൾ ഡിന്നർ കഴിക്കാനും അല്ലെങ്കിൽ അതർ ആക്ടിവിറ്റീസ് ചെയ്യാനൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. എഗെയിൻ എന്ത് ചെയ്യുക, 8:30 to 10 o'clock വരെ വീണ്ടും പഠിക്കണം. ഈ 8:30 to 9 o'clock വരെ എന്ത് ചെയ്യുക, നിങ്ങൾ പുതിയ ടോപ്പിക്സ് ഒക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈ 9 to 10 എന്ന് പറയുന്ന ടൈം നിങ്ങൾ ഇന്ന് എന്തൊക്കെയാണോ പഠിച്ചത്, ഞാൻ എന്തൊക്കെ പുതിയ ടോപ്പിക്സ് പഠിച്ചു, അല്ലെങ്കിൽ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് കിട്ടിയത്, അങ്ങനെ എല്ലാം ആലോചിച്ചെടുത്തിട്ട് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ് നമ്മുടെ 9 to 10 എന്ന് പറയുന്നത്. സോ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ടൈമിൽ റിവിഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കണം. ദെൻ 10 to 11 എന്ന് പറയുന്ന ഒരു ടൈമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ടിവിറ്റീസ് അഥവാ ഫോൺ നോക്കാനോ അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ആ ഒരു സമയം 10 to 11 ഉള്ളിൽ തന്നെ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ വീണ്ടും പറയണത്, നിങ്ങൾ ഒരുപാട് സമയം ഫോൺ നോക്കിയിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം എണീക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കും. ഇനി ഇരിക്കണം എന്നുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഓക്കെ, 10-11 കഴിഞ്ഞ് നിങ്ങൾക്ക് ടൈമിൽ അങ്ങനെ ഫോൺ നോക്കിയിട്ടൊക്കെ ഇരിക്കാനായിട്ട് പറ്റും. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടൈം ടേബിൾ തെറ്റിക്കാതെ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് സ്റ്റുഡൻസ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവില്ല, ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്യുന്നത് ബോറിംഗ് അല്ലേ എന്ന്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സൺഡേ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഒഴിവാക്കാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് മറ്റ് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. സോ ആ ദിവസം ഇതന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല. ആ ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ടത്, ആ ഒരു 1 week നിങ്ങൾ എന്താണോ പഠിച്ചത് ഒന്നുകൂടെ പറഞ്ഞു നോക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസസ്സാണ് നിങ്ങൾ സൺഡേ എന്ന ദിവസം ചെയ്യേണ്ടത് കേട്ടോ. സോ ഈ സൺഡേ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കംഫർട്ടായിട്ട് കിട്ടുന്നത് ആ ഒരു സമയം നിങ്ങൾ ഈ 1 week പഠിച്ച സാധനം ഒന്നുകൂടെ ഒന്ന് റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പം ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ A+ എന്ന സ്വപ്നം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എനിക്ക് വേണം, അതുപോലെ തന്നെ എനിക്ക് ഓരോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഈ ഒരു ചാനലിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. സോ നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നമ്മളിടുന്ന ഓരോ വീഡിയോസ്, അതുപോലെ തന്നെ ഓരോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് മുമ്പിലുള്ള ടൈം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണല്ലോ. ഇനി വെറും കുറച്ച് ഡേയ്സസ് മാത്രമാണ് നമുക്ക് എക്സാമിനായിട്ടുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു സമയം കൊണ്ട് എല്ലാ സിലബസും കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഓരോ ലെസണിനും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 5 questions വെച്ച് ആദ്യം പഠിക്കാം. ബിസിനസ് സ്റ്റഡീസ് ആണെങ്കിലോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ 5 questions, സെക്കൻഡ് ചാപ്റ്ററിലെ 5 questions, ഇങ്ങനെ എല്ലാ സബ്ജക്റ്റിൻ്റെയും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എല്ലാ ലെസൺസിനെയും 5 questions നിങ്ങൾ ആദ്യം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ എല്ലാം കവർ ചെയ്ത് ഓരോ സബ്ജക്റ്റ് കഴിഞ്ഞ് നമുക്ക് ഇനി ടൈം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും നിങ്ങൾ ഒന്നുകൂടെ പഠിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ വിട്ട ടോപ്പിക്സ് ഉണ്ടാവൂലേ, അപ്പോൾ അതൊന്നുകൂടെ പഠിക്കാനുള്ള ഒരു ടൈമും കൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നിങ്ങളിങ്ങനെ കവർ ചെയ്യണം, എല്ലാ ലെസണിനും ഇമ്പോർട്ടൻറ്റ് 5 questions പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിലബസ് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.